ഹലോ ഓൾ, വെൽക്കം ടു ക്രാഫ്റ്റ് മൈസെൽഫ്. ഇനി ഡിഗ്രി പ്രിലിംസിന് അവശേഷിക്കുന്നത് വെറും 49 ദിവസങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഏതുവരെയായി? എല്ലാവരും പഠിച്ചൊക്കെ തീർന്നോ? റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? അതോ ഇനി നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ? അതോ എല്ലാം ഓക്കെ ആയി PYQ ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയോ? എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയൂ. ഞാനും പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് പ്രിലിംസ് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഞെട്ടൽ എനിക്കുണ്ട്. അപ്പം ഞാൻ ക്ലാസ്സിന് പോകാത്തൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇന്നെൻ്റെ കുറച്ച് നോട്ട്സ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കോപ്പി ക്ലബ്ബിലേക്ക് ആദ്യം പോയി. പിന്നെ അവിടുന്ന് കുറച്ച് സമയം അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു റീഡിംഗ് റൂം ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോയിരുന്നു, കുറച്ച് വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് വായിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈബ്രറിക്ക് ഉള്ളിലേക്ക് കയറാം. പക്ഷേ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലൈബ്രറിയിലേക്ക് തിരിച്ചു വരുന്നത്. കാരണം ഞാൻ UG PG ഒക്കെ ചെയ്ത സമയത്ത് അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് റിസർച്ചിൻ്റെ സമയത്തും പോയിരുന്നു. പക്ഷെ പിന്നെ കുറേ നാളായിട്ട് പോകാറൊന്നുമില്ല. ഇത് നമ്മുടെ ലൈബ്രറിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ലൈബ്രറിയുടെ ചുറ്റുമാണെങ്കിൽ ഭയങ്കര പച്ചപ്പും ഹരിതാഭയുമാണ്. ഒരിക്കലെങ്കിലും പോയ എല്ലാവർക്കും ആ പ്ലേസ് ഭയങ്കര നൊസ്റ്റുമായിരിക്കും. ഇതൊരു ചന്ദന മരമാണേ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ, അതിലിങ്ങനെ അതിൻ്റെ പേരും അതിൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ എഴുതിയിട്ടുണ്ടാവേ. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. ഒരു തത്തമ്മ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മൊബൈലെടുത്ത് ക്യാച്ച് ചെയ്തതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അത് പറന്നും പോയി കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഗൈസ്, ഞാൻ മൊബൈലിലാണ് വീഡിയോസൊക്കെ കണ്ടു പഠിക്കുന്നത്. എസ്പെഷ്യലി സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിലെ ക്ലാസ്സുകളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നോട്ട്സ് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുന്നതും എനിക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് സമയം വായിച്ചു. പിന്നെ നിങ്ങൾക്ക് ഫ്രീ വൈഫൈ ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇന്നത്തെ നോസ്റ്റ്യൂവിന് വേണ്ടിയിട്ട് എൻ്റെ ജേണലിൽ വെക്കാനായിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ലീഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ചില ശീലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും അവിടുത്തെ ഓർമ്മയ്ക്കായിട്ടൊക്കെ എടുത്തിട്ട് വെക്കാമെന്നുള്ളത്. ഇതാകുമ്പോൾ ആർക്കും ഉപദ്രവം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് തിരിച്ചു വരികയാണ്. ഇന്നത്തേക്ക് ഇത്രയും പഠിച്ചാൽ മതി എന്നൊക്കെയാണ്. പിന്നെ കുറച്ച് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ നിന്ന് നേരെ നോമ്പിൻ്റെ സമയമാണല്ലോ, തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അവിടെ കയറി കുറച്ച് സമയം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പള്ളിക്കകത്തേക്ക് മൊബൈൽ അലൗഡല്ല. അതാണ് ഞാൻ പടികൾ മാത്രം ഷൂട്ട് ചെയ്തത്. അകത്തേക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ അവിടെ ഇല്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും പള്ളിയിലൊക്കെ പോയി കുറച്ച് സമയം സമാധാനമായിട്ടൊക്കെ ഇരുന്നു, പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു സൂപ്പൊക്കെ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാനൊരു മട്ടൺ സൂപ്പൊക്കെ കുടിച്ചു. ഒറ്റയ്ക്കൊക്കെ പോയി കുടിച്ചു. എന്തായാലും ഭയങ്കര സന്തോഷം. ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. ഒത്തിരി പഠിച്ചു, ഒത്തിരി ആസ്വദിച്ചു. ലവ് യു ആൻഡ് ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.